السلام عليكم ورحمة الله تعالى وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ വന്നുപോയ സർവ്വ അപരാധങ്ങളും കരുണക്കടലായ പടച്ച റബ്ബ് അവൻ്റെ കരുണ കൊണ്ട്, അവൻ്റെ ഔദാര്യം കൊണ്ട്, ഈ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാനിൻ്റെ അവസാന ദിനങ്ങളിലാണ് നാം ഉള്ളത്. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നത്തെ ദിവസം നാം ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ കരുണക്കടലായ പടച്ച റബ്ബ് അവൻ്റെ കരുണ കൊണ്ട്, അവൻ്റെ ഔദാര്യം കൊണ്ട് അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാനിൻ്റെ ഏറ്റവും മഹത്വമേറിയ രാവിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. ഈ ഇഅ്തികാഫിന് വല്ലാത്ത മഹത്വമുള്ള, ഇഅ്തികാഫ് ഇരിക്കേണ്ട ദിനങ്ങളിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മസ്ജിദുൻ നബവിയിൽ ഇഅ്തികാഫ് ഇരിക്കുകയാണ്. നമ്മളിൽ പലരും ഇഅ്തികാഫ് ഇരിക്കാറില്ല. ഇപ്പം സാധാരണ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പള്ളിയിൽ ചെന്നാലും നിസ്കരിച്ച് ഓടുകയാണ്. എന്നാൽ വീട്ടിലെങ്കിലും ഇഅ്തികാഫ് ഇരിക്കാൻ മനസ്സില്ലാത്തവരുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരിക്കൽ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മസ്ജിദുൻ നബവിയിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഇഅ്തികാഫ് ഇരിക്കുകയാണ്. അപ്പോഴ മഹാനവറുകൾ പറയുകയാണ്, അതാ പറയുന്നു, فأتاه رجلا فسلم عليه ثم جلس فقال له ابن عباس يا فلان أراك مكتئبا حزينا. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മസ്ജിദുൻ നബവിയിൽ ഇഅ്തികാഫ് ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. ഒരു സ്വഹാബി കടന്നു വന്നു. അവിടെ നിന്ന് സലാം പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് സലാം പറഞ്ഞുകൊണ്ട് പള്ളിയുടെ ഒരു ഭാഗത്ത് പോയിരിക്കുകയാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നോക്കുമ്പോൾ ആ മനുഷ്യൻ്റെ മുഖത്ത് വല്ലാത്ത ദുഃഖവും പ്രയാസവും വേദനയും ടെൻഷനും, അദ്ദേഹത്തിൻ്റെ മുഖത്ത് എന്തോ വലിയ ദുഃഖം കാണുകയാണ്, വലിയ പ്രയാസമുള്ളതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു കാണുകയാണ്. ആ സമയത്ത് അവിടെ നിന്ന് ആ മനുഷ്യനോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, നിങ്ങൾ വലിയ ദുഃഖത്തിലാണല്ലോ, നിങ്ങൾ വളരെ പ്രയാസത്തിലാണല്ലോ, എന്താണ് നിങ്ങളുടെ പ്രയാസമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുമ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പറയുന്നു, ഇബ്നു അബ്ബാസ് തങ്ങൾ ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, എനിക്കൊരാളോട് സാമ്പത്തികമായി ചില ബാധ്യതകളുണ്ട്. ഒരാളിൽ നിന്ന് കുറച്ച് സാമ്പത്തിക ഇടപാടുകൾ നടത്തി, അതിൻ്റെ പേരിൽ കൊടുക്കാൻ കഴിയാതെ വളരെ പ്രയാസത്തിലാണ്, ഇടപാടുകൾ നടത്തിയത് വലിയ ദുഃഖത്തിലാണ്. എന്നിട്ട് ആ മനുഷ്യൻ അവിടെ നിന്ന് പറയുകയാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നു, ഇതിനകത്ത് കിടക്കുന്ന മുത്തുനബിയാണ് സത്യം, എനിക്കത് കൊടുത്തുവിട്ടാൻ ഒരു വഴിയുമില്ല, വളരെ പ്രയാസത്തിലാണ്, കടം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ആ മനുഷ്യൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ. ആ സമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യനോട് അവിടെ നിന്ന് ചോദിക്കുന്നു, ഞാനൊന്ന് സംസാരിച്ചാലോ, നിങ്ങൾക്ക് ആരാണോ നിങ്ങളുമായി സാമ്പത്തിക ഇടപാടുകളുള്ളത്, ആ മനുഷ്യരോട് ഞാനൊന്ന് സംസാരിക്കുന്നത് കൊണ്ട് വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, ഒരു കുഴപ്പവുമില്ല, സംസാരിക്കുന്നത് കൊണ്ട് അൽഹംദുലില്ലാ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, എനിക്ക് കടം വീടാൻ യാതൊരു വഴിയുമില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഞാനൊന്ന് സംസാരിക്കട്ടെ? ആ മനുഷ്യൻ അവിടെ നിന്ന് അനുവാദം കൊടുത്തു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് തൻ്റെ ചെരുപ്പുകൾ എടുത്തുകൊണ്ട് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ സമയത്ത് ആ മനുഷ്യൻ ചോദിക്കുകയാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, നിങ്ങൾ ഇഅ്തികാഫിൽ ഇരിക്കുന്ന ആളാ, മറന്നുകൊണ്ടിറങ്ങിയതാളോ? നിങ്ങൾ അല്ലാഹുവിൻ്റെ പള്ളിക്കകത്ത് റമളാനിൽ ഇഅ്തികാഫ് ഇരിക്കാൻ വേണ്ടി ഇരുന്ന മനുഷ്യനാണല്ലോ, നിങ്ങൾ ഇഅ്തികാഫിൽ ഇരിക്കുകയാണെന്ന് മറന്നുകൊണ്ടാണോ എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇറങ്ങുന്നത്? ആ സമയത്ത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യനോട് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ് കാണിച്ചു കൊടുത്തു, മുത്തുനബിയുടെ റൗള കാണിച്ചു കൊടുത്തിട്ട്. കാരണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു കരയുന്നുണ്ട്. കാരണം പ്രവാചകന്റെ വഫാത്ത് കഴിഞ്ഞ് ഒരുപാട് നാൾ കഴിഞ്ഞില്ല.
ഒരുപാട് നാളുകളായില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഖബർ കാണിച്ചു കൊടുത്തു, റൗള കാണിക്കുന്നു. ഇബ്നു അബ്ബാസ് തങ്ങളുടെ കണ്ണ് നിറയുന്നുണ്ട്. ആ സമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യരോട് പറഞ്ഞു, ഞാൻ ഇഅ്തികാഫിൽ ഇരിക്കുകയാണെന്ന് എനിക്കറിയാം, എന്നിട്ടും ഞാൻ ഇറങ്ങാനുള്ള കാരണം ഈ റൗളയ്ക്കകത്ത് കിടക്കുന്ന പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്, മൻ മസാഫി ഹാജത്തി അഖീഹി വബലഗ ഫീഹാ കാന ഖൈറൻ ലഹു മിൻ ഇഅ്തികാഫി 10 സിനീൻ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ആ മനുഷ്യൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരാൾ താങ്കൾ ഇഅ്തികാഫിലാണെന്ന കാര്യം മറക്കാതെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അങ്ങനെയല്ല, ഈ ഖബറിൽ കിടക്കുന്ന പ്രവാചകൻ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകൻ അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, ഒരുവൻ തൻ്റെ സഹോദരൻ്റെ ആവശ്യത്തിന് വേണ്ടി പുറത്തിറങ്ങുകയും ആ കാര്യം നിറവേറ്റുകയും ചെയ്താൽ അവന് 10 വർഷം പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നതിൻ്റെ പ്രതിഫലമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്ന പ്രതിഫലത്തിനേക്കാൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു മനുഷ്യന്റെ ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ മനുഷ്യന്റെ ആവശ്യം പൂർത്തീകരിക്കാൻ പോകുന്നതിലൂടെ എനിക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം 10 വർഷം അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ ഏറ്റവും മഹത്വമേറിയത്, അതിനേക്കാളും പ്രതിഫലം കിട്ടുന്ന കാര്യം ആ മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങിപ്പോകലാണെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുകയാ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം ഇഅ്തികാഫ് ഇരിക്കുന്നതിൻ്റെ പ്രതിഫലം എന്താ? അള്ളാഹുവിൻ്റെ പള്ളിക്കകത്ത് ഒരു ദിവസം ഇഅ്തികാഫ് ഇരിക്കുന്ന മനുഷ്യന് അള്ളാഹു അവൻ്റെയും നരകത്തിൻ്റെയും ഇടയിൽ 3 കിടങ്ങുകൾ അള്ളാഹുവെ അവിടെ നിന്ന് മലക്കുകൾ കുഴിച്ചു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ അകത്ത് ഒരു ദിവസം ഇഅ്തികാഫ് ഇരിക്കുന്നതിലൂടെ ആ മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം അവൻ്റെയും നരകത്തിൻ്റെയും ഇടയിൽ 3 കിടങ്ങുകളാണ് കുഴിക്കുന്നത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ആ കിടങ്ങുകളുടെ ദൂരം 2 ചക്രവാളങ്ങൾ തമ്മിലുള്ളതിനേക്കാളും അകലമുണ്ട്. കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മശ്രിഖ് മുതൽ മഗ്രിബ് വരെ ഇതിൻ്റെ ഇടയിലുള്ള ദൂരമുണ്ട്. ആ നരകത്തിൻ്റെയും മനുഷ്യൻ്റെയും സഹായത്തിന് വേണ്ടി കടന്നുപോയ മനുഷ്യൻ്റെയും ഇടയിലുള്ള ആ കിടങ്ങിൻ്റെ ദൂരമെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പഠിപ്പിച്ചു തരികയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒറ്റ ഹദീസ് മതി ഈ ഇഅ്തികാഫിൻ്റെ മഹത്വം പഠിക്കാൻ. ഒരു ദിവസം അല്ലാഹുവിൻ്റെ പള്ളിക്കകത്ത് റമളാൻ മാസത്തിൽ ഇഅ്തികാഫ് ഇരിക്കുന്ന മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന പ്രതിഫലം അവൻ്റെയും നരകത്തിൻ്റെയും ഇടയിൽ 3 കിടങ്ങുകൾ അല്ലാഹു കുഴിക്കുകയാണ്. അവിടെ നിന്ന് മലക്കുകൾ കിഴിച്ചു കൊടുക്കുകയാണ്. ആ കിടങ്ങിൻ്റെ വലിപ്പം മശ്രിഖ് മുതൽ മഗ്രിബ് മുതൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പ്രപഞ്ചത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള നീളമുണ്ട് ആ ഒരു കിടങ്ങിനെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തിനാണ് ഇഅ്തികാഫ് ഇരിക്കുന്നത്? പള്ളിയിൽ റമളാൻ മാസത്തിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിൻ്റെ കാരണം എന്താ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ സാമീപ്യം നേടിയെടുക്കുവാൻ ഒരാൾ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ സാമീപ്യം നേടിയെടുക്കാൻ കഴിയുന്നു. ആരാധനകൾ കൂടുതലായി അനുഷ്ഠിക്കുവാൻ, അള്ളാഹുവിൻ്റെ സാമീപ്യം നേടുവാനും അതുപോലെ ആരാധനകൾ അധികമായി ചെയ്യുവാനും, എന്തിന്? തൻ്റെ സ്വന്തം ജീവിതത്തെ, സ്വന്തം ഉച്ചകളെ തൻ്റെ ശരീരത്തിന് അവൻ്റെ വരുതിയിലേക്ക് കൊണ്ടുവരാൻ, അവൻ്റെ മോഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മാറ്റിവെച്ച് അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കാൻ, അള്ളാഹുവിൻ്റെ സാമീപ്യം നേടിയെടുക്കാൻ ഈ ഇഅ്തികാഫിലൂടെ കഴിയുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ടാണ് പ്രവാചകൻ പഠിപ്പിച്ചത്, അൽ മുഅ്തഖിഫു യഅ്തഖിഫു ദുനൂബ അനുഷ്ഠിക്കുന്നവന് തെറ്റുകുറ്റങ്ങൾ തടയുവാൻ സാധിക്കുന്നു. അള്ളാഹുവിൻ്റെ പള്ളിക്കകത്ത് ഇഅ്തികാഫ് ഇരിക്കുമ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് മൊബൈലിലൂടെ ആവശ്യമില്ലാത്തത് കാണുവാനോ, ആവശ്യമില്ലാത്തത് പറയുവാനോ, ആവശ്യമില്ലാത്തത് ചെയ്യുവാനോ, പള്ളിക്കകത്തിരിക്കുമ്പോൾ പള്ളി അള്ളാഹുവിൻ്റെ ഭവനമാ, അതിനെ ബഹുമാനിക്കണം, അതിനെ ആദരിക്കണം, അതിനൊരു ഹുറുമത്തുണ്ട്, അത് പാലിക്കണം. അപ്പോൾ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുമ്പോൾ ആവശ്യമില്ലാത്ത മോശമായ കാര്യങ്ങൾ പറയുവാനോ കാണുവാനോ ചെയ്യുവാനോ ആ മനുഷ്യനെ കൊണ്ട് കഴിയുകയില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പള്ളിക്കകത്തിരുന്ന് ചർച്ച ചെയ്യാൻ പാടില്ല. കാരണം മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അള്ളാഹുവിൻ്റെ പള്ളിക്കകത്തിരുന്നു കൊണ്ട് ദുനിയാവിൻ്റെ കാര്യം ചർച്ച ചെയ്യുന്നതിലൂടെ 40 വർഷത്തെ ഇബാദത്തുകൾ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള
ഹദീസുകളുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പൊ ഇഅ്തികാഫ് ഇരിക്കുന്നതിലൂടെ അവൻ പാപങ്ങളിൽ നിന്ന് ഒടിഞ്ഞുകൊണ്ട് നന്മകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ അവനെ കൊണ്ട് കഴിയുന്നു. അതാണ് ഇഅ്തികാഫ് കൊണ്ടുള്ള നേട്ടം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സ്വഹാബത്തും 10 ദിവസങ്ങളിൽ റമളാനിൻ്റെ അവസാനത്തെ 10 ദിനങ്ങളിൽ പള്ളികളിൽ ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകനും തൻ്റെ സ്വഹാബത്തും അവിടെ ഇരിക്കാറുണ്ടായിരുന്നു. മരണപ്പെട്ട വർഷം അവിടുത്തെ 20 ദിവസത്തോളം ഇഅ്തികാഫ് ഇരുന്നു മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ അവസാനത്തെ റമളാൻ അതിലെ 20 ദിവസം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഇഅ്തികാഫ് ഇരുന്നതായി ഹദീസുകളിൽ കാണാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് പരിശുദ്ധമായ റമളാൻ മാസത്തിൽ അള്ളാഹുവിൻ്റെ പള്ളിക്കകത്ത് പാതിരാത്രികളിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിലൂടെ ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം ഒറ്റ ഹദീസ് പഠിച്ചാൽ മതി. അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം